നമസ്കാരം, ഷൊർണൂരാ ഉള്ളത്. ഞങ്ങൾ ഇന്ന് നിലമ്പൂരിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഒരുപാട് നാളായി നിലമ്പൂരിലേക്ക് പോയിട്ട്. അപ്പോൾ ആ ഒരു പോകുന്ന റൂട്ടിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. നമുക്ക് പോകാനുള്ള ട്രെയിൻ ഉള്ളത് ഉച്ചയ്ക്ക് 2:05-നാണ്. അപ്പോൾ നേരെ ഇനിയിപ്പം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോകും. ഈ ഒരു വണ്ടി ചളി തെറിപ്പിക്കുന്ന വിചാരിച്ച് രക്ഷപ്പെട്ടു. ചൂടാണ് പുറത്ത് ഈ സമയത്ത്. അതെ, സമയം 2:05-നാണ് ട്രെയിൻ എന്ന് പറഞ്ഞത്. ഒരു മണിക്കൂറുണ്ട്. ഇനി നമുക്ക് മെല്ലെ പോവാം. ഇതുവഴി നേരെ ഇത് ഇവിടുത്തെ പാർക്കിംഗ് ആണ്. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗം ഇതാണ്. ഇവിടെ ഇപ്പം നല്ല രീതിയിൽ വർക്ക് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതുവഴിയാണ് ഇനിയിപ്പോൾ അകത്തോട്ട് കയറേണ്ടത്. അവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഒരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് ഇത്. WDP 4D ഇതാണ് നമ്മുടെ നിലമ്പൂരിലേക്ക് പോകുന്ന ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ്. ഡീസൽ ഇതാണ് നമ്മുടെ ട്രെയിൻ. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. നിലമ്പൂരിലേക്ക് പോകുന്ന ട്രെയിനൊക്കെ എവിടെയാണ് വരിക. ഇത് അറ്റാച്ച് ചെയ്യും. ഈ ഒരു ഡയറക്ഷനിലാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പം നമുക്ക് നമ്മുടെ ആ ഒരു കോച്ചിൻ്റെ ഭാഗത്തോട്ട് പോകാം. നല്ലൊരു സീറ്റ് നോക്കി കയറണം. ഈ ഒരു ട്രെയിനിൻ്റെ റേക്ക് ഷെയറിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ പോകുന്ന ട്രെയിനിൻ്റെ നമ്പർ വരുന്നത് 06465. അതാണ് ഷൊർണൂർ നിലമ്പൂർ റോഡ്. അതുപോലെ തന്നെ ഈ ട്രെയിൻ പോകുന്ന റൂട്ടുകളുണ്ടോ, നിലമ്പൂർ റോഡിൽ നിന്ന് പാലക്കാടേക്ക് പോകുന്നുണ്ട്, നിലമ്പൂർ റോഡിൽ നിന്ന് ഷൊർണൂരേക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂരേക്കും. ഇത്രയും സ്ഥലത്തേക്ക് ഈ ഒരു വണ്ടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിലമ്പൂരിൽ നിന്ന് പാലക്കാടേക്കും പോകുന്നുണ്ട്. ഇത്രയും റേക്ക് ഷെയറിംഗ് ഉണ്ട് ഇതിന്. നമുക്കിതിൽ ഏറ്റവും പുറകിൽ, ഇതിപ്പോൾ നമ്മൾ ഏറ്റവും പുറകിലെത്തി. അടുത്തത് വരുന്നത് ഗാർഡിൻ്റെ ആ ഒരു ഇതാണ്. അതിൽ കയറാൻ പറ്റില്ല. നമുക്ക് ഇതിൽ ഇവിടെ കയറാം. നമ്മളിത് ഇവിടെയാണ് ഇരിക്കുന്നത്, അതായത് ഈ ഒരു ഡോറിൻ്റെ ഭാഗത്ത് തന്നെയാണ്. പിന്നെ നമ്മളിന്ന് പോകുന്ന നിലമ്പൂർ റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലത്താണത് ഇലക്ട്രിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയത്. പിന്നെ ഒരുപാട് മരങ്ങളൊക്കെ അവിടെ മുറിച്ച് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ റോഡ് വരെ 67 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഈ പറയുന്ന ഷൊർണൂരിന് നിലമ്പൂർ റോഡിനിടയിൽ 10 സ്റ്റേഷനുകളുണ്ട്. നമ്മൾ ട്രെയിൻ സ്റ്റോപ്പ്. അതുപോലെ തന്നെ ടിക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 20 രൂപ മാത്രമാണ്. ഇപ്പോൾ എല്ലാം എന്താ പറയുക, പഴയ ആ ഒരു പാസഞ്ചറിൻ്റെ ഫെയർ തന്നെയാണല്ലോ എടുക്കുന്നത്. തീർച്ചയായും രണ്ടുപേർക്കും കൂടിയിട്ട് 40 രൂപ, അല്ലെങ്കിൽ 30-60 ആയനല്ലേ. ഇല്ലെങ്കിൽ സ്പെഷ്യൽ എക്സ്പ്രസ് സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. അപ്പം അത് മാറ്റി പാസഞ്ചറിലേക്ക് തന്നെ വന്നു. അവിടെ നാഗർകോവിൽ മംഗളൂരു സെൻട്രൽ പരശുറാം എക്സ്പ്രസ് വന്നിട്ടിതാണ്. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരു WM3A ലോക്കോമോട്ടീവ് ഉണ്ട്, ഡീസൽ. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എടുക്കും. 2:05 2:05-നാണ് ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ എടുക്കേണ്ടത്. 2:14 കുറച്ച് ഡിലേ ആയി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനോട് വിടാം. പരസ്യം അവിടെ തന്നെ ഉണ്ട്. അത്ര അവിടെ ലോകമാന്യത്തിൽ കൊച്ചുവേളി ഗരീബ് രഥ് വരുന്നുണ്ട്. ഈ കാണുന്ന ട്രാക്ക് നേരെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം വഴി അങ്ങ് പോകും. നമ്മൾ നേരെ നിലമ്പൂർ റോഡിലോട്ട് കയറി. ഇത് കുറച്ചങ്ങ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്താ ചൂട് എന്നറിയാം. നമ്മൾ നല്ലൊരു ഹൈറ്റിൽ കയറും. ഇപ്പം തന്നെ കുറച്ച് കയറിയില്ലേ. ഈ റൂട്ടിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ വാടാനാംകുറിശി. ഇവിടെ 1 മിനിറ്റ് ഉണ്ടായിരുന്ന സ്റ്റോപ്പ്. ഈ നിലമ്പൂർ റൂട്ടിൻ്റെ ഐക്കെന്ന് പറഞ്ഞാൽ ഈ മരങ്ങളാണ്. വലിയ 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 മരങ്ങളില്ലേ. ഇപ്പോൾ പകുതിയും ഇല്ല. എന്നാലും ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ഫീലല്ലേ അല്ലേ. ഇവിടെ നിന്നും വണ്ടി എടുത്തു. വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. ശരിക്കും ഈ ഒരു റൂട്ടിലൂടെ വരേണ്ടതുണ്ടല്ലോ മഴക്കാലത്താണ്, ഇപ്പോഴല്ല. ഒരു ഗ്രീനറി കാണണമെങ്കിൽ ആ ടൈമിൽ തന്നെ വരണം. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഈ ഒരു ഇലക്ട്രിഫിക്കേഷൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ
മരങ്ങളൊന്നും പഴയ പോലെ ഒന്നുമില്ല, എല്ലാം മുറിച്ചു മാറ്റി. വളരെയധികം കുറവാണ് മരങ്ങൾ. കുലുക്കല്ലൂർ. ഇവിടെ നിന്ന് ഇറങ്ങാൻ നമുക്ക് ഇതുണ്ടല്ലോ, ഇത് പാലക്കാട് ജില്ലയാണേ. അടുത്തതാണ് മലപ്പുറം ജില്ല വരുന്നത്. പെട്ടെന്നെത്തും. എല്ലായിടത്തും 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പുള്ളത്. ചെറുകര, ഇവിടെയും 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. ഇതാണ് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ആ ഒരു വഴി. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അങ്ങാടിപ്പുറം. ഈ അങ്ങാടിപ്പുറം എന്നുള്ളത് പെരിന്തൽമണ്ണയാണ്. അതായത് ഇവിടെ 2 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ടോട്ടൽ 3 പ്ലാറ്റ്ഫോമുകളുണ്ട്. നല്ലൊരു മഴക്കാറ് പിടിച്ചിട്ട് കാണുന്നുണ്ട്. പെയ്യോ എവിടെ? ഈ ഒരു റൂട്ടിൽ പോകുമ്പോൾ മഴയും കൂടെ വേണമായിരുന്നു, നല്ല അടിപൊളി ആയാലും. അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഏകദേശം പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ ഇപ്പം മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഈ റൂട്ടിലൊരു കിടിലൻ റെയിൽവേ സ്റ്റേഷനായത്. നല്ല നല്ല മരങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ഈ ഒരു മരങ്ങളാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. മേലാറ്റൂർ. ഇവിടെയാണ് സബ് സ്റ്റേഷൻ വരുന്നത് കേട്ടോ. ഇലക്ട്രിഫിക്കേഷനൊക്കെ നടന്നു കഴിഞ്ഞാൽ മേലാറ്റൂരാണ് സബ് സ്റ്റേഷൻ വരുന്നത്. പ്ലാറ്റ്ഫോമിൻ്റെ നീളം കൂട്ടിയത് കണ്ട. തുവ്വൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെയും മുൻപ് നല്ല മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പകുതിയിലധികം ഇപ്പം മുറിച്ചു മാറ്റി. മുറിച്ചത് നമുക്ക് ഇവിടുന്ന് കണ്ടാൽ മനസ്സിലാവും. ഇവിടെയൊക്കെ മരം ഉണ്ടായിരുന്നു. ദാദാ
നിലമ്പൂർ റോഡ് ടോട്ടലി മാറിയല്ലേ ഈ റൂട്ട്? എങ്ങനെ ഉണ്ടായതാ? പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടുന്നതാണ്. തൊടിയപുലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെയും 1 മിനിറ്റാണ്. അടുത്തത് വാണിയമ്പലം. ട്രെയിൻ ഇപ്പോൾ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളൊരു വണ്ടീനെ കാണും, നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്സിന്. അത് വന്നാലേ നമ്മളെ വണ്ടി ഇവിടെ നിന്ന് എടുക്കുള്ളൂ. വാണിയമ്പലം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് തന്നെയാണ് നിലമ്പൂർ റോഡ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച ഇതാണ്. നമ്മുടെ മറ്റേ വണ്ടി അത് വരുന്നുണ്ടോ? ഏകദേശം ഞാൻ ചെറുതായിട്ടൊരു ഒച്ച കേട്ടിട്ടുണ്ടായിരുന്നു. ഇല്ല, അതങ്ങ് ഹോൺ അടിച്ച് അങ്ങനെ വരുന്നുണ്ട്, എത്തിയില്ല. സ്റ്റോപ്പൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പിൻ്റെ അങ്ങാടിപ്പുറമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഷൊർണൂരായി. ഈ ട്രെയിനിൻ്റെ റേക്ക് ഷെയറിങ് കണ്ടതാ. ആദ്യമായിട്ട് കാണുന്നവനുണ്ടല്ലോ തലയിറങ്ങിപ്പോവും. എൻ്റെ പൊന്നോ. ഈ വണ്ടി ഉണ്ടല്ലോ ഫുൾ തന്നെയാണ്. നിലമ്പൂരിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇതിൽ സീറ്റൊന്നും അധികം വേക്കൻ്റായിട്ട് കാണുന്നൊന്നുമില്ല, നല്ല ആളുണ്ട്. ഇതും എടുത്തു. ഷൊർണൂരിൽ നിന്നും 67 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഇപ്പം നിലമ്പൂരിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പം 3:37 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. ഇതൊക്കെ ഇവിടുത്തെ പാർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ ഈ ട്രെയിൻ എത്തിയപാടും ബസ്സും ഉണ്ടാവും, ഇവിടെ ഓട്ടോയും ഉണ്ടാവും. ഇവിടെ നമ്മൾ ഈ ഒരു നെയിം ബോർഡിൻ്റെ ഇവിടെ വന്നിരിക്കുകയാണ്. ഷൊർണൂരിൽ നിന്ന് നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവാണിത്. നമ്മൾ വന്ന ട്രെയിൻ ഉണ്ടായ ലോക്കോമോട്ടീവാണിത്, WDP 4D. ഇനിയിപ്പോൾ ഇത് തിരിച്ച്, അതായത് നമ്മുടെ വന്ന അതേ ട്രെയിനിൻ്റെ മറ്റേ ഭാഗത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പോകുന്നത്. ഇതിനിപ്പം നമ്മൾ വന്ന വണ്ടിയില്ലേ, ഇനിയിപ്പോൾ നേരെ പാലക്കാടേക്കാണ് പോവുക. പാലക്കാട് എക്സ്പ്രസ് ആയിട്ട് 4:10 അത് ഇവിടുന്ന് എടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ ഒരു ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷനാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി വേറെ ലൈനൊന്നുമില്ല. ഭാവിയിൽ വരും, വന്നിട്ടുണ്ടെങ്കിൽ അത് മൈസൂരേക്ക് എളുപ്പത്തിൽ എത്തേണ്ട ഒരു ലൈനാണ് നമ്മുടെ നഞ്ചങ്കോട് വഴി. അത് വരുവാണെങ്കിൽ എത്ര പേർക്ക് ഉപകാരപ്പെട്ടേനെന്നറിയാം. വരട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു ട്രെയിനിൻ്റെ അതൊക്കെ അങ്ങോട്ട് പോയി. ഇത് ഈ കാണുന്ന ട്രെയിനില്ലേ, അത് രാജറാണി എക്സ്പ്രസ്സാണ്. നമ്മുടെ നിലമ്പൂരിൽ നിന്ന്
കൊച്ചുവേളിയിലേക്ക് പോകുന്ന വണ്ടി. നിലമ്പൂർ എത്തിയ സമയത്തുണ്ടല്ലോ നമ്മളൊരു സുഹൃത്തിനെ കാണാൻ ഇടയുണ്ടായി. വേറൊന്നല്ല, ഇവനുണ്ടല്ലോ എനിക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് ഉണ്ടായി നിലമ്പൂർ വരുന്ന കാര്യം ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഓരോ കാര്യങ്ങൾ നിലമ്പൂർ ഈ സമയത്ത് എത്തും അങ്ങനെയൊക്കെ പറഞ്ഞു. കൃത്യമായ ടൈം പറഞ്ഞില്ല. അപ്പോൾ നീ എത്ര മണിക്ക് രാവിലെ എത്തിയത് ഇവിടെ? 9:00 എത്തിയിട്ട് പറഞ്ഞ് ഞാൻ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്, ഏട്ടാ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു വാട്സപ്പിൽ. ഞാൻ പറഞ്ഞു ഏട്ടാ നമ്മളവിടുന്ന് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എത്രയാന്ന് പറഞ്ഞു. അത്രയും നേരം നമ്മളിവിടെ കാത്തുനിന്ന്. പേര് പറയടാ. ആദർശ്. എവിടെ വീട്? എവിടെ? നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ ബിൽഡിംഗ് ഒക്കെ ഇടിച്ച് പൊളിച്ചിട്ടുള്ളത്. ഇവിടെ നെയിം ബോർഡ് പോലും ഒന്നുമില്ല. നല്ല കിടിലൻ റെയിൽവേ സ്റ്റേഷനാവും. അതുപോലെ തന്നെ ഇതാണ് പുറത്തേക്ക് ഇറങ്ങി പോകേണ്ട ഒരു വഴി. ഇവിടെയാണ് ഓട്ടോ സ്റ്റാൻഡുള്ളത്. നമുക്ക് ബസ്സായാലും ഈ ഒരു പുറത്ത് തന്നെ കിട്ടും. റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മെയിൻ ഒരു കാഴ്ച ഇപ്പോൾ ഇങ്ങനെയാണ്. റെയിൽവേ സ്റ്റേഷൻ ഇതാണേ. അവിടെ നമുക്ക് നിലമ്പൂർ റോഡ് എന്നുള്ളൊരു നെയിം ബോർഡൊക്കെ കാണാം. അതുപോലെ തന്നെ ഈ ഇവിടെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ബസ്സൊക്കെ വരിക. പിന്നെ ഇവിടെ ഹോട്ടലൊക്കെ ഉണ്ട്. ഇവിടുന്ന് ടൗണിലേക്ക് ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോയ്ക്ക് പോവാം, ബസ്സിന് വേണമെങ്കിൽ പോവാം. അപ്പം നിലമ്പൂർ റോഡിലേക്കുള്ള ഒരു ചെറിയ ട്രെയിൻ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇപ്പോഴത്തെ ഒരു അപ്ഡേഷനൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മരങ്ങളൊക്കെ തിങ്ങി നിറങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ നിലമ്പൂർ റോഡ് ഷൊർണൂർ ആ ഒരു ലൈന്. വൈദ്യുതീകരണത്തിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായി അതൊക്കെ മുറിക്കേണ്ടി വന്നു. സത്യം പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് അതൊക്കെ കാണുമ്പോൾ നമ്മളെ ഒരു നാച്ചുറൽ ബ്യൂട്ടി എന്നൊക്കെ നഷ്ടപ്പെട്ടു. അത് നോക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. എന്നാലും ഇതൊക്കെ വികസനത്തിന്റെ ഭാഗമാണല്ലോ. തീർച്ചയായും. പിന്നെ ഇപ്പം ഫുൾ ഇലക്ട്രിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. പക്ഷേ ഒരു വണ്ടിക്ക് ഓടാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ട്രയൽ റണ്ണൊക്കെ കഴിഞ്ഞു. ഒരു 3-4 മാസത്തോടുകൂടി ഓടും തോന്നല്ലേ എല്ലാ ട്രെയിനും. കുറിച്ചൊന്നും പറയാൻ പറ്റില്ല, കാരണം അറിയില്ല. പിന്നെ വേറെ കാരണം റെയിൽവേ സംബന്ധിച്ചിടത്തോളം വൈദ്യുതീകരിക്കുന്നത് തന്നെയാണ് ലാഭം. ഡീസലിനൊക്കെ നല്ല എന്താ പറയുക ഒരുപാട് അല്ല മെനു. അതെ തീർച്ചയായും. അപ്പോൾ ഇവിടെ നിങ്ങൾ വരും നേരത്തെ വീട്ടിൽ ഒരുപാട് തവണ പറയും മഴക്കാലത്ത് ഈ റൂട്ടിലൂടെ പിന്നെ വന്നാൽ മതി. എന്നാലേ കൂടുതൽ ഗ്രീൻ ഫുള്ള് പച്ചപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മാറ്റസിനോട് വരേക്കും. ബൈ.